പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നത് ഈശോയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിനം ഒരു മംഗളവാർത്തയായിരുന്നു. ആദ്യത്തെ മംഗളവാർത്ത. ആ മംഗളവാർത്തയിൽ ക്രിസ്തു ജനിച്ചെങ്കിൽ ഈ തപസ് കാലത്തിൻ്റെ അവസാനത്തിൽ കുരിശിലെ മംഗളവാർത്ത. ആ മംഗളവാർത്തയിൽ ക്രിസ്ത്യാനി ജനിക്കുകയായിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ദിനത്തിൽ ഒരു ക്രിസ്ത്യാനി ജനിക്കുമ്പോൾ, ഈ ക്രിസ്ത്യാനി ജനിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ദിനത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ഇന്നേ ദിനത്തിലെ അധ്വാനങ്ങളെയും പഠനങ്ങളെയും നമ്മുടെ ജീവിത ആവശ്യങ്ങളെയും വ്യഗ്രതകളെയും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാ പദ്ധതികളെയും ഈ ഒരു രാത്രി കടന്നു പോകേണ്ട ഓരോ സാഹചര്യങ്ങളെയും ഈശോയിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കും ചേർത്ത് വയ്ക്കാം. ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ വളരെ സുന്ദരമായി ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പൂർത്തിയാക്കാനായിട്ടാണ്. അതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിച്ചു തരികയാണ്. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടുമെന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന്. ഈ ലോകത്തിൽ ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെറിയവരെയും വലിയവരെയൊക്കെ കാണാറുണ്ട്. പക്ഷേ സ്വർഗരാജ്യത്തിൽ അങ്ങനെ ഒരു കാറ്റഗറി, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. അത് ഈശോ ഇന്ന് നമ്മളെ ഒരു വലിയ രഹസ്യം പഠിപ്പിച്ചു തരികയാണ്. സ്വർഗരാജ്യത്തിലുമുണ്ട് ഈ വലിയവരും ചെറിയവരും. പക്ഷേ അത് ആരാണ് ആക്കുന്നത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെയാണ് ആക്കുന്നത്? അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് 20-ാം അധ്യായത്തിൽ 27-28 തിരുവചനങ്ങളിൽ നമുക്ക് അവിടെ ഈശോ പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോൾ ഈ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഈശോയുടെ രാജ്യത്ത്, ഈശോയുടെ പിതാവിൻ്റെ രാജ്യത്തിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും അവൻ്റെ ദാസനുമായിട്ട് ജീവിക്കാൻ. നമ്മൾ ഈ ലോകത്തിൽ അതാണ് ഈശോ പഠിപ്പിക്കുക. മോചനദ്രവ്യമായി സ്വജീവൻ നൽകുന്ന ഈശോ തൻ്റെ ഈ തപസ് കാലത്തിൻ്റെ അവസാനം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് അതാ, ദാസനാകാൻ പഠിപ്പിക്കുകയാണ്.
സ്നേഹത്തിൻ്റെ ഒരു കാലുകഴുകൽ ശുശ്രൂഷയിലേക്ക് ഈശോ നമ്മളെ എത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താം. നമ്മൾ ജീവിത മേഖലകളിലൊക്കെ നമ്മളൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നു. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനോ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദാസനുമാകട്ടെ. നമ്മുടെ ഓഫീസ് തലങ്ങളിൽ, കുടുംബതലങ്ങളിൽ, നമ്മുടെ വിശ്വാസ മേഖലകളിലൊക്കെ നമ്മൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കാതെ ശുശ്രൂഷയിലാകുക, ദാസനാകുക. എൻ്റെ അധികാരി പറയുമ്പോൾ, എൻ്റെ മാതാപിതാക്കൾ പറയുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി പറയുമ്പോൾ ഒരു മത്സരം നടത്തുക. സ്വർഗരാജ്യത്തിൽ ഒന്നാമനാകാൻ, സ്വർഗരാജ്യത്തിൽ ഒന്നാമനാകാൻ ഞാൻ ഇവിടെ എന്നെ തന്നെ എളിമപ്പെടുത്തും, ദാസനാക്കും. എൻ്റെ പ്രവർത്തന മേഖലകളിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ നമുക്ക് ഈ ഒരു ദാസനും ശുശ്രൂഷകനുമായി മാറാനായിട്ട് ഈശോ നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തപസ്സുകാലത്തിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈ രാത്രിയിൽ മുട്ടുകുത്താം. ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികമായ കൃപകൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, അകലങ്ങളിലും ഭവനങ്ങളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഈ ലോകം മുഴുവൻ്റെ അതിർത്തിയിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയും കരുണയും കരുതലും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി നമുക്ക് ഈശോയുടെ മുമ്പിൽ ആകാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 31:5 സഭയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ശുഭരാത്രിയും ശുഭനിദ്രയും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദിവ്യകാരുണ്യ ഈശോയിൽ നമുക്കൊന്നായിരിക്കാം. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.